السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ജലസയ്ക്ക് മുമ്പുള്ള ഖുതുബയിൽ ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്ദി പ്രകടനത്തിൻ്റെ നിലവാരത്തെക്കുറിച്ചും അവിടുത്തെ അത് സംബന്ധമായ കർമ്മങ്ങളെയും നിർദ്ദേശങ്ങളെയും കുറിച്ചും വിവരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ ഇന്നും വിവരിക്കുന്നതാണ്. അള്ളാഹുവിന് ശുക്ർ അഥവാ നന്ദി പ്രകടനം നടത്തുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പ്രകടനം നടത്താൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകുകയുണ്ടായി. തൽസംബന്ധമായി ഹദ്റത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ദാസൻ ഒരു ഉരുള ഭക്ഷണം കഴിച്ചാൽ അതിന് അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇറുക്ക് വെള്ളം കുടിച്ചാൽ അതിന് അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹു തൻ്റെ ദാസൻ്റെ ആ പ്രവൃത്തിയിൽ സന്തുഷ്ടനാകുന്നു. അതുപോലെ ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരു ദിവസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിക്കുകയും റൊട്ടിയുടെ കഷ്ണം അവിടെ കിടക്കുന്നത് കാണുകയും ചെയ്തു. അദ്ദേഹം ആ റൊട്ടി കഷ്ണം എടുത്തു, അത് വൃത്തിയാക്കി, എന്നിട്ട് അത് തിന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ആയിഷ, ആദരണീയമായ ഒരു വസ്തുവിനെ ആദരിക്കുവിൻ. ഭക്ഷണമാകുന്ന അനുഗ്രഹം എടുത്തു മാറ്റപ്പെട്ട സമൂഹത്തിന് പിന്നെ അത് വീണ്ടെടുക്കാനാകില്ല. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മ മാതൃക. അതുപോലെ അദ്ദേഹം തന്നെ ബാഹ്യദൃഷ്ടയാ നിസ്സാരമായ ഓരോ കാര്യത്തിനും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുമായിരുന്നു. അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുമായിരുന്നു. തൻ്റെ വീട്ടുകാരോടും അത് ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ റിസ്ക് അഥവാ ജീവിത വിഭവങ്ങളിൽ അനുഗ്രഹം ആഗ്രഹിക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹത്തിനും ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ഹസ്രത്ത് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്ക വിജയ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃ സഹോദരൻ അബൂ താലിബിൻ്റെ പുത്രി ഉമ്മെ ഹാനിയുടെ വീട്ടിലേക്ക് എഴുന്നള്ളി. ആ സമയം അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കഴിക്കാൻ വേണ്ടി വല്ല ഭക്ഷണവും നിങ്ങളുടെ പക്കലുണ്ടോ? അവർ ബോധിപ്പിച്ചു, ഉണങ്ങിയ റൊട്ടി കഷ്ണങ്ങളല്ലാതെ എൻ്റെ പക്കൽ യാതൊന്നുമില്ല. അങ്ങയുടെ സമക്ഷത്തിൽ അവ സമർപ്പിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി, അതെങ്കിൽ അത് കൊണ്ടുവരൂ. അദ്ദേഹം അവ വെള്ളത്തിലിട്ട് കഷ്ണങ്ങളാക്കി. അവർ ഉപ്പ് കൊണ്ടുവന്നു. അദ്ദേഹം ചോദിച്ചു, വല്ല കറിയുമുണ്ടോ? അവർ ബോധിപ്പിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് വിനാഗിരി അല്ലാതെ മറ്റൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ അത് തന്നെ കൊണ്ടുവരൂ. അദ്ദേഹം അത് തൻ്റെ ഭക്ഷണത്തിൽ ഒഴിക്കുകയും അതിൽ നിന്ന് കഴിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ഹംദ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സിർക്ക അഥവാ വിനാഗിരി എത്ര നല്ല കറിയാണ്. ഹുമ്മഹാനി, വിനാഗിരി ഉള്ള വീട് ഒരിക്കലും ദരിദ്രമാവുകയില്ല. ഇതായിരുന്നു അവിടുത്തെ ശുക്ർ ചെയ്യുന്നതിൻ്റെ നിലവാരം. നമ്മൾ വസിക്കുന്ന ഈ രാജ്യങ്ങളിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ പ്രയോജനം നേടുന്നു. എന്നിട്ടും അള്ളാഹുവിന് യഥാർഹം ശുക്ർ ചെയ്യുന്നില്ല. മറിച്ച് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പരാതികൾ ഉണ്ടാകുന്നു. വീട്ടുകാരനോട്, ഭർത്താവിനോട് ഇയാൾ അത് കൊണ്ടുവന്നില്ല, ഇത് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു പരാതിപ്പെടുന്നു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ നന്ദികേട് കാണിക്കുന്നവരുടെ
ചിത്രവും അതുപോലെ സ്വഹാബികളുടെ നന്ദി പ്രകടനത്തിൻ്റെ ചിത്രവും വളരെ ഫലപ്രദമായ രീതിയിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ദേഹത്തിൽ എപ്പോഴെങ്കിലും കീറിപ്പറഞ്ഞ വസ്ത്രമുണ്ടായാൽ, അതായത് ധരിച്ച വസ്ത്രം കീറിപ്പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ കരഞ്ഞു തുടങ്ങുന്നു, ഞങ്ങൾ എത്രത്തോളം ഭാഗ്യദോഷികളാണ് എന്ന് പറയുന്നു. ധരിക്കാൻ കീറിയ വസ്ത്രമാണ് ലഭിച്ചതെന്ന് പറയുന്നു. എന്നാൽ സഹാബികൾക്ക് കീറിയ വസ്ത്രം ലഭിച്ചാലും അവരുടെ ശിരസ് അള്ളാഹുവിൻ്റെ തിരുസവിധത്തിൽ കുനിഞ്ഞിരുന്നു. അവരുടെ നാവ് അള്ളാഹുവിൻ്റെ ഉപകാര സ്മരണയാൽ ആർദ്രമായിരുന്നു. അവർ പറയുമായിരുന്നു, എത്ര നല്ല വസ്ത്രമാണ് നമുക്ക് നമ്മുടെ നാഥൻ നൽകിയിട്ടുള്ളത്. 4 ദിവസത്തിന് ശേഷം അവർക്ക് ഉണങ്ങിയ റൊട്ടി കഷ്ണമാണ് കിട്ടുന്നതെങ്കിൽ പോലും സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകളിൽ തിളക്കമുണ്ടാകുമായിരുന്നു. അവർ പറയും, അൽഹംദുലില്ലാ, അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഉണങ്ങിയ റൊട്ടി കഷ്ണങ്ങൾ അവർക്ക് അത്രമാത്രം പ്രയോജനം നൽകിയതിന് ഇത് തന്നെയാണ്, അതായത് ഈ നന്ദി പ്രകടനം തന്നെയാണ് കാരണം. ഹജരത്ത് മസീഹ് മൗഊദ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അവർ നിങ്ങൾക്ക് പുലാവും ഇറച്ചിക്കറിയും ഇറച്ചിച്ചോറും പോലും തരുന്നില്ല. ഇന്ന് ആർക്കാണ് പുലാവ് ലഭിക്കുന്നത്? അവന് പുലാവ് കഴിക്കുന്നതോടൊപ്പം ജർദ വേണം, അതായത് മധുരച്ചോറ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ പുലാവും ജർദയും കിട്ടുന്ന വ്യക്തി പറയുന്നു, ജർദയോടൊപ്പം ഫിർണിയും വേണം എന്ന് പറഞ്ഞ് കരയുന്നു. ആർക്കാണോ പരിപ്പറി ലഭിക്കുന്ന അവൻ മാംസത്തിനായി കരയുന്ന ഇറച്ചിക്കറി വേണമെന്ന് പറയുന്നു. എന്നാൽ ഇറച്ചിക്കറി ലഭിക്കുന്നവൻ പറയുന്നു, നല്ല ചോറ് കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. ആർക്കാണ് 4 റൊട്ടികൾ കഴിക്കാൻ ലഭിക്കുന്നത് അതങ്ങനെ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അദ്ദേഹം വളരെ വിശദമായി തന്നെ വിവരിച്ചു. ഏതായാലും ഹജരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ നബി തങ്ങളുടെ സ്വഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു? ഉണങ്ങി വരേണ്ട റൊട്ടി കഷ്ണം ലഭിച്ചാൽ പോലും സ്വഹാബികൾ പറയും, ഈ കഷ്ണത്തിന് പോലും ഞങ്ങൾ അർഹരല്ല, ഇത് അള്ളാഹുവിൻ്റെ ഫضലാണ്, അവനാണ് ഈ കഷ്ണം നമുക്ക് പ്രദാനം ചെയ്തത്. അതിൻ്റെ ഫലമായി ആ ഉണങ്ങിയ റൊട്ടിയുടെ കഷ്ണം പോലും അവരുടെ ശരീരത്തിന് പിടിക്കുമായിരുന്നു. അവരിൽ ഉന്നതമായ നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ ആർജവും ഉണ്ടാകുമായിരുന്നു. അവരുടെ ശുക്ർ ചെയ്യുന്നതിൻ്റെ ആവേശത്തെ അത് കൂടുതൽ വർദ്ധിപ്പിക്കുമായിരുന്നു. മക്ക വിജയ ദിവസം അറേബ്യയുടെ പ്രാദേശിക ഭരണകർത്താക്കളുടെ പദവികൾ ഇല്ലാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 സജ്ജനങ്ങളുമായി മക്കയിൽ പ്രവേശിക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ ഇസ്ലാമിൻ്റെ ശത്രുതയിൽ കഴിഞ്ഞുകൂടിയ മക്കയിലെ വലിയ വലിയ പ്രമാണിമാർ തലകുനിച്ച് അവിടുത്തെ സന്നിധിയിൽ ഹാജരായി. അവിടുന്ന് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്കെതിരെ ഒരു വിചാരണയും ഒരു പ്രതിക്രിയ നടപടിയും ഉണ്ടാകുന്നതല്ല. ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അവിടുന്ന് തൻ്റെ പിതൃ സഹോദരി പുത്രി എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ അത് അക്ഷരത്തെറ്റാണെന്ന് തോന്നുന്നു. കാരണം ഹദരത്ത് ഉമ്മു ഹാനി എന്ന് പറയുന്നത് പിതൃ സഹോദരൻ്റെ പുത്രിയായിരുന്നു. റസൂലുള്ളാഹി ഉമ്മു ഹാനിയുടെ വീട്ടിലേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹാനിയോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കാൻ വല്ലതുമുണ്ടോ? അപ്പോൾ പറഞ്ഞു, കഴിക്കാൻ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ വിവരിച്ചതുപോലെ എൻ്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ തരുമായിരുന്നില്ല എന്ന് പറഞ്ഞു. പല ദിവസങ്ങളായി കിടക്കുന്ന ചില ഉണങ്ങിയ റൊട്ടി അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ശരി, അത് തന്നെ കൊണ്ടുവരാം. അവർ ആ റൊട്ടി നബി തിരുമേനി സമക്ഷം കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് വളരെ നല്ല റൊട്ടിയാണല്ലോ, എൻ്റെ വീട്ടിൽ കഴിക്കാനൊന്നുമില്ലല്ലോ എന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞ് വിഷമിക്കുകയാണ്. പിന്നെ അവർ വെള്ളം കൊണ്ടുവന്നു. അവിടുന്ന് റൊട്ടി വെള്ളത്തിൽ കുതിർത്തു. അതിനുശേഷം ചോദിച്ചു, ഇവിടെ കറി വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, കറി എവിടെ നിന്നുണ്ടാകാൻ, എൻ്റെ പക്കൽ റൊട്ടിയും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ മുമ്പ് തന്നെ ഞാൻ സ്വയം അത് കൊണ്ടുവന്നേനെ. കുറച്ച് വിനാഗിരി മാത്രം ഇവിടെ കിടപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തൊരു നല്ല കറിയാണ് വിനാഗിരി. അവർ അത് കൊണ്ടുവന്നു, വിനാഗിരി കൊണ്ടുവന്നു. മുമ്പ് വിരിച്ചതുപോലെ അവിടുന്ന് അത് റൊട്ടിയിൽ ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. ഹജരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിനാഗിരിയെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കണക്കാക്കുകയും ഉണങ്ങിയ റൊട്ടിയിൽ ഒഴിച്ച് കഴിച്ച് അള്ളാഹുവിൻ്റെ ഫളിലിന് ശുക്ർ ചെയ്യുകയും ചെയ്തു. അതിനാൽ വാസ്തവത്തിൽ ദഹനശക്തി ഉണ്ടാകുന്നത്, ഭക്ഷണം നല്ല നിലയിൽ ശരീരത്തിന് പുഷ്ടി നൽകുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിൽ നിന്നാണ്. സന്തോഷത്തോടെ ഒരു സാധാരണ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ പോലും അത് വലിയ ഊർജവും കരുത്തും പ്രദാനം ചെയ്യുന്നു. എന്നാൽ ദുഃഖത്തോടെ എത്ര മികച്ച വസ്തുക്കൾ, മികച്ച ഭക്ഷണം കഴിച്ചാലും അത് മനുഷ്യനിൽ ഒരു കഴിവും ശക്തിയും ഉണ്ടാക്കുന്നില്ല. ഹസരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമുക്ക് ഒരുപാട് ലഭിക്കേണ്ടതായിരുന്നു എന്നും
ലഭിച്ചതൊക്കെ കുറവാണെന്നുമാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ സ്വഹാബാക്കൾ ഓരോ കാര്യത്തെക്കുറിച്ചും കരുതിയിരുന്നത് ഞങ്ങൾക്ക് കുറവാണ് ലഭിക്കേണ്ടിയിരുന്നത്, എന്നാൽ എല്ലാം കൂടുതൽ ലഭിച്ചു എന്നായിരുന്നു. അവരുടെ ശുക്ർ ചെയ്യുന്ന രീതി ഇതായിരുന്നു. കാരണം അല്പം ലഭിച്ചാൽ പോലും അവർ പറയുമായിരുന്നു ഇതും വളരെ കൂടുതലാണ്. ഈ കാരണം കൊണ്ടാണ് അവരുടെ ഓരോ റൊട്ടിയും അവർക്ക് വളരെയധികം പ്രയോജനവും ഫലവും നൽകിയത്. നിങ്ങൾക്ക് 10 റൊട്ടികൾ കൊണ്ടും പോലും ഉണ്ടാകാത്തത്ര പ്രയോജനം അവർക്ക് ആ ഉണക്ക റൊട്ടിയിൽ കൊണ്ട് ലഭിച്ചിരുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, അത് നിങ്ങളിൽ ചിലർ ഇതുവരെ ഈമാന്റെ മാധുര്യം രുചിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അള്ളാഹു നിങ്ങളെ ഒരു മഹത്തായ ആത്മീയോദ്ദേശത്തിനായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം തികച്ചും അജ്ഞമാണ്. ആരെയാണോ അള്ളാഹു ആത്മീയ വിപ്ലവത്തിനും മാറ്റത്തിനും വേണ്ടി സൃഷ്ടിക്കുന്നത്, അതിനു മുന്നിൽ ലോകത്തിലെ വലിയ വലിയ രാജാക്കന്മാർ പോലും തുച്ഛമാണ്. എന്നാൽ നിങ്ങൾ തങ്ങളുടെ പദവി മനസ്സിലാക്കുന്നതിനും കർത്തവ്യങ്ങളെക്കുറിച്ച് ശരിയായ ബോധമുണ്ടാക്കുന്നതിനും പകരം തീർത്തും നിസ്സാരവും തുച്ഛവുമായ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. എനിക്ക് ഇത് ലഭിച്ചില്ല, അത് ലഭിച്ചില്ല എന്ന് പറയുന്നു. ഏത് ഉദ്ദേശത്തിനാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് വരെയും നിങ്ങളുടെ പദവി നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നത് വരെയും നിങ്ങൾ എന്ത് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ്? സന്തോഷത്തിൻ്റെ അലയടികളാൽ നിങ്ങളുടെ ഹൃദയം എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ആ സ്ഥാനത്താണ് അള്ളാഹു നിങ്ങളെ അവരോധിതരാക്കിയിരിക്കുന്നത്. ആ പദവിയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണർവും ജാഗ്രതയും ശുഷ്കാന്തിയും കാണപ്പെടേണ്ടതുണ്ട്. ഈ കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ, നിങ്ങളുടെ ഉള്ളിൽ സംജാതമായാൽ, ഏറ്റവും കുറഞ്ഞ ഭക്ഷണം പോലും നിങ്ങൾക്ക് നല്ലവണ്ണം ജോലി ചെയ്യാൻ പാകത്തിൽ ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അങ്ങനെയുള്ള ഒരു ഉപാധിയാണ്, ഒരു കുറിപ്പടിയാണ് ഓരോ അഹമ്മദികളും പിന്തുടരേണ്ടത്. കുറഞ്ഞ വിഭവങ്ങളുള്ളവരും വിശിഷ്യ വഖഫ് സിന്ദഗികളായവരും ജീവിതം ജമാഅത്തിന് വേണ്ടി സമർപ്പിച്ചവരും തങ്ങളുടെ നന്ദി പ്രകടനത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി ഈ ഒരു കുറിപ്പടിയാണ് പിന്തുടരേണ്ടത്. ഇതിന് വളരെ ആവശ്യകതയുണ്ട്. അതുപോലെ തൻ്റെ ഭാര്യ മക്കളിലും ഇതിൻ്റെ ബോധം പരമാവധി ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം വഖഫിന് ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് തങ്ങളെ സമർപ്പിച്ചിരിക്കുന്നത്, അത് വളരെ മഹത്തായ ഉദ്ദേശമാണ്. മഹത്തായ ഉദ്ദേശം നേടിയെടുക്കുന്നതിന് വേണ്ടി മഹത്തായ ഉദ്ദേശം നേടിയെടുത്തവരുടെ മാതൃകകളും പിൻപറ്റേണ്ടതുണ്ട്. അങ്ങനെയുള്ള മാതൃകകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകണം. അവ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴേ ആ ഉദ്ദേശവും നമുക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബാക്കളുടെ സേവനങ്ങൾക്ക് എത്രമാത്രം ശുക്ർ ചെയ്യുകയും അവർക്ക് വേണ്ടി എത്ര ഉന്നതമായ ദുആകളാണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു. അബൂ ഖതാദയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ രാത്രി മുഴുവനും, ഈ സന്ധ്യയും രാത്രിയും മുഴുവൻ യാത്ര ചെയ്ത് നാളെ ഇൻഷാ അല്ലാഹ് വെള്ളത്തിനടുത്ത് എത്തിച്ചേരുന്നതാണ്. അവരേതോ യാത്രയിലായിരുന്നു. ആളുകൾ പരസ്പരം ശ്രദ്ധിക്കാതെ വളരെ അധികം വിഷമിച്ചുകൊണ്ട് യാത്ര തുടർന്നു. ഹദരത്ത് അബൂ ഖതാദ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചാരം തുടർന്നു. അങ്ങനെ പാതിരാത്രി കഴിഞ്ഞു. അവിടുത്തെ ഒരു ഭാഗത്ത് ഇദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മയക്കം വന്നു. അങ്ങനെ അവിടുന്ന് തൻ്റെ ഒട്ടകത്തിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഞാൻ അവിടുത്തെ അരികിൽ ചെന്നു, അവിടുത്തെ ഉണർത്താതെ താങ്ങിക്കൊടുത്തു. അങ്ങനെ അവിടുന്ന് തൻ്റെ സവാരിയിൽ നേരെ ഇരുന്നു കൊണ്ട് യാത്ര തുടർന്നു. അങ്ങനെ രാത്രിയുടെ ഭൂരിഭാഗവും പിന്നിട്ടു. മയക്കം കാരണം അവിടുന്ന് വീണ്ടും തൻ്റെ സവാരിയിൽ ചെരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും അവിടുത്തെ ഉണർത്താതെ തന്നെ താങ്ങിക്കൊടുത്തു മുന്നോട്ട് പോയി. അങ്ങനെ അവിടുന്ന് വീണ്ടും തൻ്റെ സവാരിയിൽ നേരിയിരുന്നു. അദ്ദേഹം പറയുന്നു, പിന്നെ അതുപോലെ യാത്ര തുടർന്നു. അങ്ങനെ പുലർച്ചയുടെ അവസാന ഭാഗമായി നല്ലവണ്ണം പുലർച്ചയാകാറായപ്പോൾ അവിടുന്ന് ആദ്യത്തെ 2 തവണയേക്കാൾ കൂടുതൽ ചെരിഞ്ഞു. ഏതാണ്ട് അവിടുന്ന് മറിഞ്ഞ് വീഴാറായി. ഞാൻ അവിടുത്തെ അടുത്തെത്തി താങ്ങിക്കൊടുത്തു. അങ്ങനെ അവിടുന്ന് തല ഉയർത്തി ചോദിച്ചു, ആരാണ്? അപ്പം ഞാൻ ബോധിപ്പിച്ചു, അടിയൻ അബൂ ഖതാദ. അവിടുന്ന് ചോദിച്ചു, താങ്കൾ എപ്പോൾ മുതൽ എങ്ങനെ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്? ഞാൻ ബോധിപ്പിച്ചു, രാത്രി മുതൽ ഞാൻ അങ്ങയുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ നബിയെ സംരക്ഷിച്ച പോലെ അള്ളാഹു താങ്കളെയും സംരക്ഷിക്കട്ടെ. അവിടുന്ന് അങ്ങേയറ്റം നന്ദി പ്രകടനം നടത്തുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി പ്രകടനത്തിൻ്റെ ഏത് നിലവാരമാണ്, ഏത് മാതൃകയാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് ഒരു നിവേദനത്തിൽ പ്രകാരം വന്നിരിക്കുന്നു. ഹദരത്ത് ഉമാമയിൽ നിന്ന് നിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ റബ്ബ് അസ്സ വജൽ എന്നോട് വേണമെങ്കിൽ മക്കയുടെ താഴ്വര മുഴുവൻ താങ്കൾക്ക് വേണ്ടി സ്വർണ്ണമാക്കി തരാമെന്ന് അറിയിച്ചു. അപ്പോൾ ഞാൻ ബോധിപ്പിച്ചു, വേണ്ട നാഥ,
ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം വിശന്നിരിക്കാനും അടുത്ത ദിവസം വയറ് നിറയെ കഴിക്കാനുമാണ്. അങ്ങനെയായാൽ എനിക്ക് വയറ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ ഹംദും സനയും നിന്റെ സ്തുതിയും കീർത്തനവും ചെയ്യാനും നിന്റെ ശുക്ർ ചെയ്യാനും, അതുപോലെ ഞാൻ വിശന്നിരിക്കുമ്പോൾ നിന്റെ സന്നിധാനത്തിൽ വിനയത്തോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാനും സാധിക്കുമല്ലോ. ഹദരത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് മുഖം അകറ്റി 3 ശ്വാസത്തിലായിരുന്നു കുടിച്ചിരുന്നത്. ഒറ്റ ശ്വാസത്തിൽ മുഴുവൻ ഗ്ലാസും കുടിച്ചു തീർത്തിരുന്നില്ല, മറിച്ച് 3 ശ്വാസത്തിലാണ് ഘട്ടം ഘട്ടമായി വെള്ളം കുടിച്ചിരുന്നത്. ഓരോ ശ്വാസത്തിലും അള്ളാഹുവിൻ്റെ ഹംദ് ചെയ്യുമായിരുന്നു. അവസാന ശ്വാസത്തിന് ശേഷം അള്ളാഹുവിന് ശുക്ർ ചെയ്യുമായിരുന്നു. അവിടുന്ന് പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ ഒരു ഇറുക്ക് കുടിച്ചാൽ ശുക്ർ ചെയ്യുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹംദും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ശുക്രോടുകൂടി വെള്ളം കുടിക്കുന്ന രീതി. ഇത് ആരോഗ്യത്തിനും നല്ലതാണ്. ഒറ്റയടിക്ക് വെള്ളം കുടിക്കുന്നതിന് പകരം സാവകാശം ഘട്ടം ഘട്ടമായി നിർത്തി കുടിക്കേണ്ടതാണ്. ബുഖാരിയിൽ ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നീണ്ട റിവായത്തുണ്ട്. അദ്ദേഹം പറയുന്നു, അള്ളാഹു ആണ്, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. ഒരു ദിവസം വിശപ്പ് കാരണം എൻ്റെ കരൾ താങ്ങാൻ വേണ്ടി ഞാൻ ഭൂമിയിൽ ചേർത്ത് വച്ചിരുന്നു. ഞാൻ എൻ്റെ നെഞ്ചിന് ആശ്വാസം കിട്ടാൻ വേണ്ടി നിലത്ത് കിടന്നു. ചിലപ്പോഴൊക്കെ വിശപ്പ് കാരണം ഞാൻ എൻ്റെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടുമായിരുന്നു. ഒരു ദിവസത്തെ കാര്യമല്ല, പല ദിവസങ്ങൾ ഇത് തന്നെ തുടർന്നു. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ഞാൻ ആളുകൾ വന്നു പോകുന്ന വഴിയിൽ ഇരുന്നു. അതുവഴി ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരാനിടയായി. അവിടുന്ന് എന്നോട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ, അതായത് അബൂബക്കറിനോട് ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ച് ചോദിച്ചു. ആയത്ത് ദരിദ്രരെ പരിപാലിക്കുന്നതിനെ കുറിച്ചും ലജ്ജ കാരണം ചോദിക്കാൻ മടിക്കുന്നവർക്ക് നൽകുന്നതിനെ കുറിച്ചും വിശപ്പുള്ള ആളുകളെ കുറിച്ചുമുള്ള ഒരായത്തായിരുന്നു. എന്നാൽ അദ്ദേഹം അതിൻ്റെ അർത്ഥം എനിക്ക് നന്നായി വിശദമാക്കി തന്നിട്ട് കടന്നുപോയി. അതിനുശേഷം ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു അതുവഴി വന്നു. അദ്ദേഹം അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നും നടന്നു നീങ്ങി. അതിനുശേഷം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിലൂടെ വന്നു. അവിടുന്ന് എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയും എൻ്റെ മാനസികാവസ്ഥയും എൻ്റെ മുഖത്തെ അവസ്ഥയും എന്തായിരുന്നു അത് അവിടുന്ന് പെട്ടെന്ന് മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, അബാഹിർ. അബൂ ഹുറൈറയുടെ വിളിപ്പേരാണ്. ഞാൻ പറഞ്ഞു, ലബേക്ക്, ഞാൻ ഹാജറുണ്ട് യാ റസൂലല്ലാഹ്. അവിടുന്ന് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരൂ. അവിടുന്ന് വീട്ടിലേക്ക് പോയി ഞാൻ അവിടുത്തെ പിന്നാലെ നടന്നു. അവിടുന്ന് അകത്തേക്ക് കയറി എനിക്കും അകത്ത് പ്രവേശിക്കാൻ അനുവാദം നൽകി. അകത്ത് അവിടെ മുറിയിൽ പാല് നിറച്ചൊരു പാത്രമുണ്ടായിരുന്നു. വീട്ടുകാരോട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് വന്നത്? അവർ പറഞ്ഞു, ആരോ സമ്മാനമായി ഉപഹാരമായി നൽകിയതാണ്. എന്തായാലും അവിടുന്ന് പറഞ്ഞു, അബാഹിർ. ഞാൻ പറഞ്ഞു, ഹാജർ യാ റസൂലല്ലാഹ്. അവിടുന്ന് പറഞ്ഞു, അഹ്ലു സുഫക്കാരുടെ അടുക്കൽ പോകുക. അവരെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അവർ എപ്പോഴും വിശന്നിരിക്കുന്നവരായിരുന്നു. നബിയുടെ പടിവാതിൽക്കൽ എപ്പോഴും വിശന്ന് കാത്തിരിക്കുന്ന ആളുകളാണ് അവർ. ആളുകൾ അവർക്ക് ഭക്ഷണം മറ്റും എത്തിച്ചു കൊടുക്കും. എന്തായാലും അവിടുന്ന് അവരെ വിളിപ്പിച്ചു. അദ്ദേഹം പറയുന്നു, അവിടുന്ന് അവരെ വിളിക്കുന്നത് എനിക്ക് ശരിയായി തോന്നിയില്ല. കാരണം ഞാൻ പറഞ്ഞു, അഹ്ലു സുഫയുടെ മുന്നിൽ ഈ അല്പം പാല് കൊണ്ട് എന്തുണ്ടാകാനാണ്? ഈ പാല് കുടിച്ച് ശക്തി ലഭിക്കേണ്ടത് എനിക്കായിരുന്നു. അതിന് ഞാനായിരുന്നു കൂടുതൽ അർഹൻ. അവരങ്ങനെ വന്നു. അവർക്ക് നൽകാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചു. എന്നാൽ എനിക്ക് അനുസരിക്കാതെ നിർവാഹമുണ്ടായിരുന്നില്ല. പിന്നെ ഈ പാലിൽ നിന്നും എനിക്ക് മിച്ചം വല്ലതും കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. അള്ളാഹിനെയും അവൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാതെ മറ്റു മാർഗവുമില്ലല്ലോ. ഒടുവിൽ ഞാൻ അവരുടെ അരികിലേക്ക് വന്നു. അവരെ വിളിച്ചു. അവരെ അടുത്ത് പോയിട്ട് വിളിച്ചു. അവർ വന്നു. അഹ്ലു സുഫ തങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു. അവിടുന്ന് പറഞ്ഞു, അബാഹിർ. ഞാൻ പറഞ്ഞു, ഹാജറുണ്ട് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ഇത് എടുത്തിട്ട് അവർക്ക് നൽകൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പാത്രം എടുത്ത് ഒരാൾക്ക് നൽകും. അവൻ വയറ് നിറയുന്നത് വരെ കുടിക്കും. പിന്നെ രണ്ടാമത്തെ ആൾക്ക് കൈമാറും. പിന്നെ മൂന്നാമത്തെ ആൾ, നാലാമത്തെ ആൾ, അങ്ങനെ അവരെല്ലാവരും കുടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ പാൽ കുടം എത്തി. ഇരുന്നിരുന്ന ആളുകളെല്ലാവരും വയറ് നിറയെ നല്ലവണ്ണം കുടിച്ച് വയറ് നിറച്ചിരുന്നു. അവർ നന്നായി പാല് കുടിച്ചിരുന്നു. അവിടുന്ന് ആ പാത്രം എടുത്തു. അത് എൻ്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് എൻ്റെ നേരെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ. ഞാൻ പറഞ്ഞു, ഞാൻ ഹാജറുണ്ട് യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ഇനി ഞാനും നിങ്ങളും മാത്രമാണല്ലേ ബാക്കിയുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹ് സത്യമാണ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കൂ, എന്നിട്ട് കുടിക്കൂ. ഞാൻ അവിടെ ഇരുന്ന് പാല് കുടിക്കാൻ തുടങ്ങി. അവിടുന്ന് പറഞ്ഞു, കുടിച്ചോളൂ, ഇനിയും കുടിച്ചോളൂ. ഞാൻ കൂടുതൽ കുടിച്ചു. അവിടുന്ന് ഇത് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എത്രത്തോളം കുടിച്ചു എന്ന് എന്നാൽ ഒടുവിൽ ഞാൻ പറഞ്ഞു, ഇനി വയ്യ.
അങ്ങേ സത്യപൂർണമായി അയച്ച നാഥനാണ്. ഇനി പാലിറങ്ങാൻ തക്ക വണ്ണം യാതൊരു വഴിയും എൻ്റെ വയറ്റിലേക്കില്ല. വയറ് പൂർണ്ണമായി നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നലെ എനിക്ക് പാത്രം തരിക. അങ്ങനെ ഞാൻ പാത്രം അവിടത്തേക്ക് നൽകി. അവിടുന്ന് അള്ളാഹുവിന് ശുക്ർ ചെയ്തു. അവിടത്തേക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. എന്നിട്ടും ആദ്യം അള്ളാഹുവിന് ശുക്ർ ചെയ്തു. അള്ളാഹുവിൻ്റെ നാമം എടുത്തു പറഞ്ഞു. എന്നിട്ട് ബാക്കിയുണ്ടായിരുന്ന പാൽ അവിടുന്ന് കുടിച്ചു. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ശുക്റിൻ്റെ അവസ്ഥ. ഈ ശുക്ർ കാരണം അള്ളാഹു താല ആ പാലിലും ഒരുപാട് ബർക്കത്തും സമൃദ്ധിയും ഐശ്വര്യവും നൽകി. എല്ലാ സഹാബികളും അത് കുടിച്ചു. അവിടുന്നും വിശപ്പെടുകയും ചെയ്തു. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും മേൽ വല്ല ഉപകാരവും ചെയ്യപ്പെട്ടാൽ അവൻ അതിൻ്റെ പ്രതിഫലം നൽകണം. അതിന് സാധ്യമല്ലാത്തവൻ ആ ഉപകാരത്തെ ആളുകളുടെ മുന്നിൽ പരാമർശിക്കട്ടെ, ഉപകാര സ്മരണ നടത്തട്ടെ. കാരണം ഏതൊരു വ്യക്തിയാണോ അങ്ങനെ ഉപകാര സ്മരണ നടത്തുന്നത്, ദിക്ർ ചെയ്യുന്നത്, അവൻ ശുക്ർ ചെയ്യുന്നു. ഏതൊരു വ്യക്തിയാണ് വ്യാജമായി തനിക്കില്ലാത്ത വലിപ്പം തനിക്കുണ്ടെന്ന് കരുതുന്നത്, അവൻ രണ്ട് വസ്ത്രങ്ങൾ, മേൽവസ്ത്രവും താഴ്വസ്ത്രവും രണ്ടും കള്ളം ധരിച്ചതുപോലെയാണ്. അതായത് അടിമുടി കള്ളനാണ് ഉപകാരസ്മരണ നടത്താത്തവൻ. ഒരു റിവായത്തിൽ വരുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അമ്മാവൻ അസ്വദ് ബിൻ സഹബ് ബിൻ അബ്ദു മനാഫ് ബിൻ സുഹറ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ ഹാജരാകാൻ അനുവാദം ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മാതുലനെ അകത്തേക്ക് എഴുന്നള്ളിയാലും. അദ്ദേഹം അകത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ പുതപ്പ് വിരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇതിലിരിക്കൂ, കാരണം അമ്മാവൻ പിതാവിന് തുല്യമാണ്. മാതുലിനെ ആരുടെയെങ്കിലും മേൽ വല്ല ഉപകാരവും ചെയ്യപ്പെടുകയും അവൻ അതിൻ്റെ ശുക്ർ ചെയ്യാതിരിക്കുകയും ചെയ്താൽ കുറഞ്ഞ പക്ഷം ആ ഉപകാരത്തെക്കുറിച്ച് പരാമർശിക്കുകയെങ്കിലും ചെയ്യട്ടെ. കാരണം അവർ അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ ശുക്റിൻ്റെ കടമ നിറവേറ്റി കഴിഞ്ഞു. ശുക്ർ ചെയ്യുന്ന ഈ വശത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം സീറത്തിൽ, ജീവിത ചരിത്രത്തിൽ നാം ഏതു വിധത്തിലാണ് കാണുന്നത്? ധാരാളം സംഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. അവിടുന്ന് തൻ്റെ ഉപകാരകർത്താക്കളെ എപ്പോഴും സ്മരിക്കുകയും ഓരോ അവസരത്തിലും അവരെക്കുറിച്ച് പരാമർശിക്കുകയും സുസ്മരണ നടത്തുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന് അവിടുത്തെ ധർമ്മപത്നിയായ ഹദരത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ, അവർ റസൂലുള്ളാഹിയെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വിലമതിച്ചുകൊണ്ട് നല്ല വേണ്ട പെരുമാറ്റം കാഴ്ചവെച്ചു. അവർ മക്കയിലെ ധനാഢ്യയായ സ്ത്രീയായിരുന്നു. അവരുടെ വിവാഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടന്നപ്പോൾ അവർ തൻ്റെ സർവസ്വവും ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചു, കാൽക്കൽ വെച്ചു. അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവ ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നുബുവത്ത് വാദത്തിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് വാദം പുറപ്പെടുവിച്ചതിന് ശേഷം ഓരോ കഷ്ടപ്പാടിലും ഓരോ പ്രയാസത്തിലും പൂർണ്ണമായ ആത്മാർത്ഥതയോടും അതുപോലെ വിശ്വസ്തയോടും കൂടി അവിടുത്തെ തോളോട് തോൾ ചേർന്ന് നിലകൊണ്ടു. ഒടുവിൽ നുബുവത്തിൻ്റെ 10-ാം വർഷത്തിൽ അവർ വഫാത്തായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ വിശ്വസ്തയായ ഭാര്യയുടെ ഉപകാരങ്ങളെ തൻ്റെ അവസാന ശ്വാസം വരെ ഓർക്കുകയും എപ്പോഴും അവരുടെ നന്മകളെ എടുത്തു പറയുകയും ചെയ്യുമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഉപകാര സ്മരണ നടത്തുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ മറ്റു ധർമ്മപത്നിമാർക്ക് അസൂയ തോന്നുമായിരുന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവരെ ഒരുപാട് പ്രശംസിക്കുകയും നല്ല നിലയിൽ പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തിന് വ്രണം സംഭവിച്ചു. എനിക്ക് അസൂയ തോന്നി. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബോധിപ്പിച്ചു, അള്ളാഹു അങ്ങേക്ക് അവരെക്കാൾ മികച്ച ഭാര്യമാരെ നൽകിയിരിക്കുക, അങ്ങ് എന്തിനാണ് ഈ വൃദ്ധയെക്കുറിച്ച് എപ്പോഴും പറയുന്നത്? ഇതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, അള്ളാഹു എനിക്ക് അവരെക്കാൾ മികച്ച യാതൊരു ഭാര്യയും നൽകിയിട്ടില്ല. കാരണം മറ്റുള്ളവർ എന്നെ നിഷേധിച്ച സമയത്ത് ഖദീജ എന്നെ സ്വീകരിച്ചു. ആളുകൾ എന്നെ നിഷേധിച്ചപ്പോൾ അവർ എന്നെ സത്യപ്പെടുത്തി. ആളുകൾ എന്നെ സമ്പത്തിൽ നിന്ന് തടഞ്ഞു വച്ചപ്പോൾ അവർ തൻ്റെ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചു. മറ്റ് സ്ത്രീകൾ വഴി എനിക്ക് സന്താനങ്ങളെ ലഭിക്കാത്തപ്പോൾ അള്ളാഹു അവർ വഴിയാണ് എനിക്ക് സന്താനങ്ങൾ നൽകിയത്. അവിടുന്ന് ആയുഷ്കാലം മുഴുവൻ അവരുടെ സേവനങ്ങളെ ഓർക്കുകയും എപ്പോഴും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സഹായിച്ച തൻ്റെ സുഹൃത്തുക്കളോടും അവിടുന്ന് വലിയ നന്ദി പ്രകടനം നടത്തിയിരുന്നു. ഒരിക്കൽ ഹദരത്ത് ഉമറും ഹദരത്ത് അബൂബക്കറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതിൻ്റെ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിയപ്പോൾ അവിടുന്ന് മറ്റുള്ളവർക്ക് ഹദരത്ത് അബൂബക്കറിൻ്റെ വലിയ വലിയ ഉപകാരങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു. സ്വഹാബികൾക്ക് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ഉപദേശവും നൽകി. രണ്ടുപേരും വിഷയവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വന്നപ്പോൾ രണ്ടുപേർക്കും അവസാനം കുറ്റബോധമുണ്ടായി. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹദരത്ത് ഉമറിൻ്റെ മേൽ ചെയ്തത് അന്യായമാണ്, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു.
ഹദരത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനും അതിക്രമമാണ് കാണിച്ചത്, ഞാനും മാപ്പ് ചോദിക്കുന്നു. എന്തായാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഉമറിന്റെ വാക്കുകൾ ഗൗനിച്ചില്ല. മറിച്ച് എന്തിനാണ് അദ്ദേഹം ഹദരത്ത് അബൂബക്കറുമായി തർക്കിച്ചത് എന്ന് ചോദിച്ച് അതൃപ്തി രേഖപ്പെടുത്തി. പിന്നെ അവിടുന്ന് പറഞ്ഞു, അബൂബക്കർ, അള്ളാഹു അങ്ങയുടെ ദോഷങ്ങൾ മറച്ചു വയ്ക്കുകയും ന്യൂനതകൾ മറച്ചു വയ്ക്കുകയും പുറത്തു നൽകുകയും ചെയ്യട്ടെ. പിന്നെ ഹദരത്ത് ഉമറും പശ്ചാത്തപിക്കുകയും ഹദരത്ത് അബൂബക്കറിൻ്റെ വീട്ടിൽ വരികയും ചെയ്തു. ഈ രണ്ടുപേരും അവിടെ ഇരുന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, അള്ളാഹു എന്നെ നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിച്ചയച്ചു, എന്നെ റസൂലാക്കി നിയോഗിച്ചു. നിങ്ങൾ പറഞ്ഞു ഞാൻ വ്യാജനാണെന്ന്. അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു ഞാൻ സത്യവാനാണെന്ന്. അദ്ദേഹം തൻ്റെ ജീവനും സമ്പത്തും കൊണ്ട് എന്നോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. എന്നിരിക്കെ എൻ്റെ സുഹൃത്തിനെ നിങ്ങൾ എനിക്ക് വേണ്ടി വെറുതെ വിടില്ലേ? അവിടുന്ന് 2 തവണ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഹദരത്ത് അബൂബക്കറിനെ ഒരിക്കലും തന്നെ ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എപ്പോഴും അവിടുത്തെ ഹദരത്ത് അബൂബക്കറിനെ വളരെ നല്ല നിലയിൽ പരിഗണിച്ചിരുന്നു. ഹദരത്ത് അബൂ സയ്യിദ് ഖുദ്രിയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അഭിസംബോധന ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഒരു ദാസന് 2 കാര്യത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നൽകി. ലോകത്തിന്റെ അനുഗ്രഹമാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അല്ല, അള്ളാഹുവിന്റെ പക്കലുള്ള നിയമത്തിന് അനുഗ്രഹത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അബൂ സയ്യിദ് പറയുന്നു, ഇത് കേട്ട ഉടൻ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുപ്പ് നൽകപ്പെട്ട ഒരു ദാസനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഹദരത്ത് അബൂബക്കർ അത് കേട്ട് കരഞ്ഞിരിക്കുകയാണല്ലോ എന്ന് കരുതി ഞങ്ങൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ അത്ഭുതപ്പെട്ടു. വാസ്തവത്തിൽ ഇതിലൂടെ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് ആർക്കാണോ തിരഞ്ഞെടുപ്പ് നൽകപ്പെട്ടിരുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു. നിവേദകൻ പറയുന്നു, നമ്മൾ സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള അറിവുള്ള വ്യക്തി അദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളിൽ വെച്ച് എന്നോട് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തവൻ തൻ്റെ സുഹബത്ത് കൊണ്ടും സഹവാസം കൊണ്ടും സമ്പത്ത് ചെലവഴിച്ചത് കൊണ്ടും കൂടുതൽ എനിക്ക് ഉപകാരം ചെയ്തത് അബൂബക്കറാണ്. എൻ്റെ നാഥനല്ലാതെ ആരെയെങ്കിലും എനിക്ക് ആത്മസുഹൃത്താക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ, അതിന് അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കറിനെ തിരഞ്ഞെടുക്കുമായിരുന്നു. ഇനി ഹദരത്ത് അബൂബക്കർ കരയാനുള്ള കാരണം ഇത് കേട്ടപ്പോൾ അള്ളാഹു തആല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ സവിധത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാണ്. മരണം ആസന്നമായി എന്ന് തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടാണ്. മുസ്ലിമുകളുടെ മേൽ മക്കയിൽ പലതരത്തിലുള്ള പീഡനമുറകളും ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അവർ അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ ഹബ്ഷയിലേക്ക് ഹിജ്റ ചെയ്തു. ആ സമയത്ത് ഹബ്ഷയുടെ രാജാവ് അവരെ തൻ്റെ രാജ്യത്ത് അഭയം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നജ്ജാഷി രാജാവിൻ്റെ ഉപകാരത്തെ എപ്പോഴും സ്മരിക്കുകയും ഓരോ അവസരത്തിലും അവിടുത്തെ വചനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആ ഉപകാരത്തിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നജ്ജാഷിയുടെ പ്രതിനിധി സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവനത്തിന് സമക്ഷത്തിൽ ഹാജരായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിക്കാൻ വേണ്ടി സ്വയം മുന്നോട്ടേക്ക് എഴുന്നേറ്റ് വന്നു. അവിടെ ധാരാളം സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവർ ബോധിപ്പിച്ചു, റസൂലുള്ളാഹി ഇതിന് ഞങ്ങൾ തന്നെ ധാരാളം. അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം നമ്മുടെ കൂട്ടുകാരെ വലിയ ആദരവോടെയാണ് സംരക്ഷിച്ചിരുന്നത്. സഹാബാക്കൾ എവിടെ അഭയം നൽകിയത് വലിയ ബഹുമാനാദരങ്ങൾ നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപകാരത്തിന് ഞാൻ നേരിട്ട് പ്രത്യുപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവിടുന്ന് അതേ നന്ദി പ്രകടനത്തിൻ്റെ ആവേശത്തിൻ്റെ കീഴിൽ രാജാവിൻ്റെ ആ നജാഷിയുടെ ജനാസ ഗായിബും അസാന്നിധ്യത്തിലുള്ള ജനാസയും നമസ്കരിപ്പിച്ചു. അങ്ങനെ ഹദരത്ത് അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നജാഷിയുടെ വഫാത്തിൻ്റെ വിവരം ലഭിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഗായിബ് ജനാസ നമസ്കാരം നിർവഹിച്ചു. സഹാബാക്കൾ അവിടെ പിന്നിൽ അണിയണിയായി സഫ് നിന്നു. അവിടെ നിന്ന് അതിൽ 4 തക്ബീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുകയുണ്ടായി. അൻസാറുകളുടെ പ്രവൃത്തിയിൽ അവിടുത്തെ നന്ദി പ്രകടനം, റസൂലുള്ളാഹിയുടെ നന്ദി പ്രകടനം എത്ര മാത്രമുണ്ടായിരുന്നു എന്നത് ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിൻ്റെ 13-ാം വർഷം ഹുസൂറിൻ്റെ ഹിജ്റയ്ക്ക് മുമ്പ് മദീനയിൽ നിന്ന് 70 ആളുകൾ ഹുസൂറിൻ്റെ കയ്യിൽ വന്ന് ബൈഅത്ത് ചെയ്തു. മദീനയിൽ നിന്ന് മക്കയിൽ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഹുസൂർ മദീനയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവന് തുല്യം ഹുസൂറിനെ സംരക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. തദവസരത്തിൽ ഒരു അൻസാരി സഹാബി ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലെ ജൂതരുമായി ഞങ്ങൾക്ക് പഴയ ബന്ധമാണുള്ളത്. അങ്ങയുടെ കൂടെ നിന്നാൽ അത് മുറിഞ്ഞു പോകുന്നതാണ്. അള്ളാഹു അങ്ങേക്ക് വിജയം നൽകുമ്പോൾ
അങ്ങ് ഞങ്ങളെ വിട്ട് മക്കയിലേക്ക് മടങ്ങിപ്പോകുമോ? ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ ചോര പിന്നെ എൻ്റെ ചോരയായിരിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളായിരിക്കും, നിങ്ങളുടെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളായിരിക്കും. ഹജറത്ത് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഞാൻ അവിടത്തേക്ക് ഉളുവിൻ്റെ വെള്ളം വെച്ചു കൊടുത്തു. അവിടുന്ന് ചോദിച്ചു, ഇതാരാണ് ഇവിടെ വെച്ചത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇദ്ദേഹമാണ് വെച്ചത്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദുആ നൽകി, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ഫഖിഹു ഫിദ്ദീൻ. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് ദീനിൻ്റെ ഗ്രാഹ്യത, ദീനിൻ്റെ അറിവ് നൽകണമേ. ചെറിയൊരു കാര്യത്തിന് പോലും അവിടുന്ന് വലിയ നിലയിൽ നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. ഒരു റിവായത്ത് പ്രകാരമുണ്ട്, ഖൈബർ യുദ്ധത്തിന് ശേഷം വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം ഹദരത്ത് സഫിയയുമായി നടന്നു. വിവാഹ രാത്രി ഹദരത്ത് അബു അയ്യൂബ് ഖാലിദ് ബിൻ സെയ്ദ് രാത്രി മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടെന്റിന്, കൂടാരത്തിന് പുറത്ത് കാവൽ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അബു അയ്യൂബ് പുറത്ത് കാവൽ നിൽക്കുന്നത് കണ്ടു. അവിടുന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ അബു അയ്യൂബ്, എല്ലാം നല്ല നിലയിൽ പോകുന്നില്ല, സുരക്ഷിതമല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം എന്ന് ചോദിച്ചു. അദ്ദേഹം ബോധിപ്പിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്ത്രീയെക്കുറിച്ച് അങ്ങയുടെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ടായിരുന്നു. അഥവാ ഇവർ അങ്ങേക്ക് ഉപദ്രവം ചെയ്യുമോ എന്ന് ഞാൻ കരുതി. കാരണം ഖൈബർ യുദ്ധത്തിൽ അങ്ങ് ഇവരുടെ പിതാവിനെയും ഭർത്താവിനെയും ആളുകളെയും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇവർ പുതുതായി ഇസ്ലാം സ്വീകരിച്ചതാണ്. അതിനാൽ അങ്ങയുടെ കാര്യത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഭയം തോന്നി. നിവേദകൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ അബു അയ്യൂബിനെ, അദ്ദേഹം രാത്രി മുഴുവൻ എന്നെ സംരക്ഷിച്ചതുപോലെ നീയും അവനെ സംരക്ഷിക്കണമേ. മുത്തിം ബിൻ ആദി ഖുറേഷികളുടെ അതിക്രമപരമായ കരാർ പത്രം കീറിക്കളഞ്ഞ വ്യക്തിയായിരുന്നു. ഖുറേഷികൾ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ആ പത്രം, ആ എഗ്രിമെന്റ് കീറിക്കളഞ്ഞ വ്യക്തിയായിരുന്നു. തായിഫിൽ നിന്നുള്ള മടക്ക യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭയം നൽകി മക്കയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുമായിരുന്നു. അങ്ങനെ ബദറിലെ തടവുകാർ അവിടുത്തെ മുന്നിൽ വന്നപ്പോൾ അവിടുന്ന് മുത്തിമിൻ്റെ ഉപകാരങ്ങളെ കുറിച്ച് പരാമർശിച്ചു. റിവായത്തിൽ വന്നിട്ടുണ്ട്, മുഹമ്മദ് ബിൻ ജുബൈർ തൻ്റെ പിതാവ് ഹദരത്ത് ജുബൈർ ബിൻ മുത്തിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ തടവുകാരെക്കുറിച്ച് പറഞ്ഞു, മുത്തിം ബിൻ അദി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ നീചരായ ആളുകളെക്കുറിച്ച് അദ്ദേഹം എന്നോട് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അവരെ വെറുതെ വിടുമായിരുന്നു. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഈ സംഭവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം വിവരിച്ചതിന് ശേഷം അദ്ദേഹം എഴുതി, മുത്തിം പക്ക മുശ്രിക്കായിരുന്നു. ആ അവസ്ഥയിൽ തന്നെ ബഹുദൈവ ആരാധകനായി തന്നെയാണ് മരണമടഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ ഔദാര്യത്തിൻ്റെ അംശമുണ്ടായിരുന്നു. അങ്ങനെ ഖുറേഷികളുടെ അതിക്രമപരമായ കരാർ പത്രം, അത് മുസ്ലിങ്ങളെ ഷേബ് അബു താലിബിൻ്റെ പേരിലുള്ള ആ താഴ്വരയിൽ അവർ പന്തിവിരോധം നടത്തി ഉപരോധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കരാർ പത്രം മുത്തിം തന്നെയാണ് കീറിക്കളഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ആ സമയത്തും മുത്തിം തന്നെയാണ് അങ്ങയെ തൻ്റെ അഭയത്തിലെടുത്ത് മക്കയിൽ പ്രവേശിപ്പിച്ചത്. ഈ ഉപകാര സ്മരണയാലായിരുന്നു, അതിൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകൾ പ്രസ്താവിച്ചത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രമുഖ പ്രത്യേകത ഇതായിരുന്നു, എപ്പോഴെങ്കിലും വല്ല വ്യക്തിയും അദ്ദേഹത്തോട് ചെറിയ നല്ല പെരുമാറ്റം ചെയ്താൽ പോലും അവിടുന്ന് അവൻ്റെ ഉപകാരത്തെ ഒരിക്കലും വിസ്മരിക്കുമായിരുന്നില്ല. തനിക്ക് ഉപകാര സ്മരണ കൊണ്ട് തന്നെ ശുക്ർ ചെയ്യാനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരിക്കണമെന്ന് അവിടുന്ന് എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. അല്ലാതെ ഭൗതികരെ പോലെ ലൗകികരെ പോലെ അവിടുന്ന് ഒരിക്കലും വല്ലവരുടെയും ഉപകാരത്തിന് മറുപടിയായി സൽപെരുമാറ്റം കാഴ്ചവെച്ച് മതി, ഞാൻ ഉപകാരത്തിന് പ്രതിഫലം നൽകി കഴിഞ്ഞിരുന്നു എന്ന് പറയാറില്ലായിരുന്നു. മറിച്ച് അവിടുന്ന് ആയുഷ്കാലം മുഴുവൻ ആ ഉപകാരം വീട്ടാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ ഉപകാര സ്മരണ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുമായിരുന്നു. അബ്ദുള്ള ബിൻ അബി റബിയ മഖ്സൂമി തൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹം തൻ്റെ പിതാമഹനിൽ നിന്നും ഉപ്പാപ്പയിൽ നിന്നും നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി എഴുന്നള്ളിയപ്പോൾ അവരിൽ നിന്ന് 30,000-40,000 രൂപ ദിർഹം കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹുനൈനിൽ നിന്ന് മടങ്ങിയെത്തപ്പോൾ അത് കടം വീട്ടുകയും ചെയ്തു. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു താങ്കളുടെ കുടുംബത്തിലും സമ്പത്തിലും ബർക്കത്ത് ഐശ്വര്യം ചൊരിയട്ടെ. സമ്പത്തിൻ്റെയും കടത്തിൻ്റെയും പ്രതിഫലം പൂർണ്ണമായി വീട്ടുകയും ചെയ്തു. അതുപോലെ അവരെ പ്രശംസിക്കുകയും ചെയ്തു. അതായത് കടം നൽകിയവനെ ശുക്ർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹദ് അമ്ർ ബിൻ അഖ്തബ് പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ആവശ്യപ്പെട്ടു. ഞാൻ അവിടത്തേക്ക് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അതിൽ ഒരു രോമം ഉണ്ടായിരുന്നു. ഞാൻ ആ രോമം എടുത്തു മാറ്റി.
ഒരു ചെറിയൊരു കാര്യമാണ്. ആ പാത്രം റസൂലിന് സമർപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ജമ്മിൽഹു, അതായത് അള്ളാഹുവെ നീ അദ്ദേഹത്തെ സുന്ദരനാക്കണമേ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹം ശുക്ർ ചെയ്യാത്ത യാതൊരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. നിവേദകൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആയുടെ ഫലം എന്തായിരുന്നു എന്ന് ഞാൻ പിന്നീട് കണ്ടു. ആ ദുആ ലഭിച്ച വ്യക്തി 93 വയസ്സ് വരെ ജീവിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തലയിലോ താടിയിലോ ഒരു രോമം പോലും നരച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഒരു നിവേദനമുണ്ട്, ഖതാദയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഹദരത്ത് അനസിൽ നിന്ന് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഹദരത്ത് ഉമ്മു സുലൈം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അനസ് നബിയുടെ സേവകനായിരുന്നു, അങ്ങ് അനസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെയും സന്താനങ്ങളെയും വർദ്ധിപ്പിക്കണമേ, നീ അദ്ദേഹത്തിന് നൽകിയതിൽ അദ്ദേഹത്തിന് ബർക്കത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള പരാമർശ പ്രകാരം കാണാം. ഹദരത്ത് അനസ് പറയുന്നു, അള്ളാഹു ആണ്, തീർച്ചയായും എൻ്റെ സമ്പത്ത് വളരെ കൂടുതലാണ്. എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്. എൻ്റെ സന്താനങ്ങളുടെ സന്താനങ്ങളും എല്ലാം കൂടി ഏകദേശം 100 വരെ എത്തി നിൽക്കുന്നു എന്ന് പറയുകയുണ്ടായി. പിന്നെ അവിടുന്ന് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഹദരത്ത് ജാബിറിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും മേൽ വല്ല ഉപകാരവും ചെയ്യപ്പെട്ടു, അതിനുശേഷം അതിനെക്കുറിച്ച് പരാമർശിച്ചെങ്കിൽ അവൻ അത് ദിക്ർ ചെയ്തെങ്കിൽ അവൻ ശുക്ർ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആരെങ്കിലും അത് പരാമർശിക്കാതെ ഉപകാര സ്മരണ മറച്ചു വെച്ചാൽ അവൻ നന്ദികൾ കാണിച്ചു. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം സ്വീകരിച്ചാൽ അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുമായിരുന്നു. ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള പ്രസ്താവിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും വല്ല സമ്മാനവും നൽകപ്പെട്ടാൽ അതിനുള്ള കഴിവുണ്ടെങ്കിൽ ആ സമ്മാനത്തിന് പ്രതിഫലം നൽകട്ടെ, റിട്ടേൺ ഗിഫ്റ്റ് നൽകട്ടെ. അതിന് കഴിവില്ലെങ്കിൽ സമ്മാനം നൽകിയവനെ പ്രശംസിക്കുകയെങ്കിലും ചെയ്യട്ടെ. കാരണം ആരാണ് പ്രശംസിച്ചത് അവൻ ശുക്ർ ചെയ്ത് കഴിഞ്ഞു. ആരെങ്കിലും അതിനെ മറച്ചു വെച്ചാൽ, ഉപകാരസ്മരണ ചെയ്തില്ലെങ്കിൽ, പ്രശംസിച്ചില്ലെങ്കിൽ അവൻ നന്ദികേട് കാണിച്ചു. ഇതാണ് സമൂഹത്തിൽ സ്നേഹവും സഹിഷ്ണുതയും ഉണ്ടാക്കുന്നതിന് അത്യാവശ്യമായ അടിസ്ഥാനപരമായ സ്വഭാവം. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു ബദ്ദു, ഒരു കാട്ടറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഒട്ടകത്തെ സമ്മാനമായി സമർപ്പിച്ചു. അപ്പോൾ അവിടുന്ന് അതിന് പ്രതിഫലമായി 6 ഒട്ടകങ്ങളെ തിരികെ നൽകി. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു വ്യക്തി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരാകുകയും അവിടത്തോട് യാചിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് 1/2 വസ്ക് ധാന്യം കടം വാങ്ങിയിട്ട് നൽകി. കടം വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് ഉപഹാരം നൽകി, ഏകദേശം 80 കിലോയുടെ അടുത്ത്. പിന്നെ കടം നൽകിയ വ്യക്തി അത് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് ഒരു മുഴുവൻ വസ്ക് നൽകി, അതായത് അതിൻ്റെ ഇരട്ടി നൽകി. എന്നിട്ട് പറഞ്ഞു, പകുതി അദ്ദേഹത്തിന് കടം വീട്ടിയ വകയിലും പകുതി അദ്ദേഹത്തിന് ശുക്ർ ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള സമ്മാനവുമാണ്. ഹദരത്ത് അബൂ ഹിന്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, തമീം ബിൻ ഔസ് അദ്ദാരി ഷാമിൽ നിന്ന് മദീനയിലേക്ക് വിളക്കുകളും ഒലീവ് എണ്ണയും പിണഞ്ഞ തിരികളും കൊണ്ടുവന്നു. അദ്ദേഹം മദീനയിലെത്തിയപ്പോൾ യാദൃശ്ചികമായ അത് ജുമാ രാവായിരുന്നു. അദ്ദേഹം തൻ്റെ അടിമയോട് കൽപ്പിച്ചു, അവൻ കയറുകൾ തയ്യാറാക്കി മസ്ജിദ് നബവിയിൽ വിളക്കുകൾ തൂക്കിയിട്ടു. പ്രകാശമയമായ ലാമ്പുകൾ ഉണ്ടായിരുന്നു, അവയിൽ എണ്ണ ഒഴിച്ചു, എന്നിട്ട് തിരി വെച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവ തെളിക്കൂ എന്ന് തമീം തൻ്റെ അടിമയോട് കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് എഴുന്നള്ളിയപ്പോൾ കണ്ടു, ആ മസ്ജിദ് വിളക്കുകൾ കൊണ്ട് ആകെ പ്രകാശമാനമായിരിക്കുന്നു. അവിടുന്ന് ഇത് കണ്ട് വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതാരാണ് ചെയ്തത്? ആളുകൾ ബോധിപ്പിച്ചു, യാ റസൂലുള്ളാഹ്, തമീം ദാരിയാണ് ചെയ്തത്. അവിടുന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ പ്രകാശമാനമാക്കിയിരിക്കുന്നു. അള്ളാഹു ലോകത്തിലും ഇഹലോകത്തിലും പരലോകത്തിലും താങ്കളെ പ്രകാശമാനമാക്കട്ടെ. പിന്നെ അവിടുന്ന് പറഞ്ഞു, എനിക്ക് വല്ല പെൺമക്കളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ താങ്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമായിരുന്നു. അതായത് മസ്ജിദ് പ്രകാശമാനമാക്കിയ ആ പ്രവൃത്തി അവിടുന്ന് അത്രയധികം ശ്ലാഘിക്കുകയുണ്ടായി. ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കാരത്തിൽ, താജി നമസ്കാരത്തിൽ എത്രത്തോളം സുദീർഘമായി നിൽക്കുമായിരുന്നു എന്നാൽ അവിടുത്തെ കാലുകൾ നീര് വന്ന് പൊട്ടുമായിരുന്നു. ഇത് കണ്ട് ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹു അങ്ങയുടെ മുമ്പും പിമ്പുമുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും താങ്കളെ സുരക്ഷിതമാക്കിയിരിക്കുക, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവിടുന്ന് പറഞ്ഞു, ഞാനൊരു നന്ദിയുള്ള ദാസനായി മാറുന്നത് എനിക്ക് ഇഷ്ടമാകുകയില്ലേ എന്ന്. അവിടുത്തെ ശരീരഭാരം കൂടിയപ്പോൾ, അതായത് അങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ചിലപ്പോൾ നിൽക്കുമ്പോൾ കാലിൽ വല്ല പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നായിരുന്നു നമസ്കരിച്ചത്. എന്നാൽ ഇരുന്ന് നമസ്കരിക്കുമ്പോൾ കൂടിയും
സൂറ ഫാത്തിയും സൂറത്തുകളും ഓതുന്നത് നിന്നിട്ടായിരുന്നു. റുക്കു ചെയ്യാൻ ആഗ്രഹിച്ചാൽ അപ്പോഴും എഴുന്നേൽക്കുമായിരുന്നു, എന്നിട്ട് പിന്നെ റുക്കു ചെയ്യുമായിരുന്നു. അത് സൂറത്തും ഫാത്തിയും കസേരയിൽ ഇരുന്ന് ചൊല്ലി റുക്കു ചെയ്യുന്നതിന് മുന്നേ എഴുന്നേറ്റ് നിന്ന് പിന്നെ റുക്കു ചെയ്യുമായിരുന്നു. അത്താ നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞാൻ ഇബ്നു ഉമറിനോടും ഉബൈദുല്ല ബിൻ ഉമറിനോടും കൂടി ഹദരത്ത് ആയിഷയുടെ സമക്ഷത്തിൽ ഹാജരായി. ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ബോധിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ വല്ല കാര്യവും എനിക്ക് പറഞ്ഞു തരിക. ഇതിൽ ഹദരത്ത് ആയിഷ അവിടുത്തെ ഓർമ്മ അസ്വസ്ഥയായി കരയുകയും ഇങ്ങനെ പറയാൻ തുടങ്ങുകയും ചെയ്തു. നബിയുടെ ഓരോ രീതിയും വിചിത്രമായിരുന്നു, എല്ലാം വളരെ അത്ഭുതകരമായിരുന്നു. അവർ പറയുന്നു, ഒരു ദിവസത്തെ കാര്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി എൻ്റെ സമക്ഷം വന്നു, എൻ്റെ കൂടെ കട്ടിലിൽ കിടന്നു. അവിടുന്ന് പറഞ്ഞു, ആയിഷ, ഇന്നത്തെ രാത്രി എൻ്റെ നാഥനെ ആരാധിക്കാൻ നീ എനിക്ക് അനുവാദം തരുമോ? ഞാൻ പറഞ്ഞു, അള്ളാഹു ആണ്. അങ്ങയുടെ ആഗ്രഹത്തോടുള്ള ആദരവും അങ്ങയുടെ സാമീപ്യവും രണ്ടും എനിക്കിഷ്ടമാണ്. എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങേക്ക് അനുവാദമുണ്ട്. അപ്പോഴേക്കും അവിടുന്ന് എഴുന്നേറ്റു, തോൽപാത്രത്തിൽ നിന്ന് വുളു ചെയ്തു, നമസ്കാരത്തിനായി നിന്നു. നമസ്കാരത്തിൽ എത്രത്തോളം കരഞ്ഞു എന്ന് വെച്ചാൽ അവിടുത്തെ കണ്ണുനീർ അവിടുത്തെ നെഞ്ചിൽ വീഴാൻ തുടങ്ങി. നമസ്കാരത്തിന് ശേഷം അവിടുന്ന് വലതുവശത്തേക്ക് ചാരിയിരുന്നു. അവിടുത്തെ വലത് കൈ അവിടുത്തെ വലത് കവിളിന് താഴെയാക്കി എന്നിട്ട് കരയാൻ തുടങ്ങി. ഒടുവിൽ അവിടുത്തെ കണ്ണുനീർ ഭൂമിയിലേക്ക് ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ഒടുവിൽ ഫജ്ർ ബാങ്ക് കൊടുത്തതിനു ശേഷം ബിലാൽ വന്നു. അദ്ദേഹം അവിടുത്തെ ഇത്തരത്തിലുള്ള ദീനരോധനം കണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹു അങ്ങയുടെ മുൻ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കെ അങ്ങ് എന്തിനാണ് ഇത്രയധികം കരയുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ശുക്ർ ചെയ്യുന്ന ദാസനാകാതിരിക്കാനാണോ താങ്കൾ പറയുന്നത്? ഇന്നത്തെ രാത്രി എൻ്റെ നാഥൻ ഈ ആയത്തുകൾ ഇറക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുക? ആ ആയത്തുകൾ ആലി ഇമ്രാനിലേതായിരുന്നു. അതിപ്രകാരമായിരുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലസീന യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാസാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അസാബന്നാർ. തർജ്ജമ ഇപ്രകാരമാണ്: തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മറിയുന്നതിലുമെല്ലാം ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതായത് നിന്നും ഇരുന്നും കിടന്നും കൊണ്ടുമെല്ലാം അള്ളാഹുവിനെ സ്മരിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് അവർ അറിയാതെ പറഞ്ഞു പോകും, ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, നീ എത്ര പരിശുദ്ധൻ, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. പിന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ പാരായണം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഈ ആയത്തുകൾ പാരായണം ചെയ്യുകയും എന്നാൽ അവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാത്ത വ്യക്തിക്ക് നാശം. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു: അറബി വാക്കുകളായ അലാ അക്കൂന അബ്ദൻ ഷക്കൂറ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുക്റിനെ കുറിച്ചുള്ള, നന്ദി പ്രകടനത്തെക്കുറിച്ചുള്ള ഹദീസിൽ ഉണ്ടായിരുന്ന വചനമാണ്. അവിടുന്ന് പറഞ്ഞു, അല്ലയോ ആയിഷ, ഈ ഔദാര്യം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ മാത്രം കടമയാണോ? തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് ദാസന്റെ ജോലിയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെയുള്ള ഒരു മനുഷ്യൻ പോലും അങ്ങ് ചെയ്ത ആ എല്ലാ ത്യാഗങ്ങളുണ്ടായിരുന്നിട്ടും അള്ളാഹുവിനോട് അങ്ങ് പുലർത്തിയിരുന്ന വികാരങ്ങളുടെ സമൃദ്ധി ഉണ്ടായിരുന്നിട്ടും രാത്രികളിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ കാലുകൾ നീര് വന്ന് പൊട്ടുന്നത് വരെ സുദീർഘനേരം നിൽക്കേണ്ടി വന്ന വ്യക്തിയായിരുന്നെങ്കിൽ, അതുപോലെ പകൽ മുഴുവൻ ആരാധനകൾ നടത്തുകയും തൻ്റെ ജീവിതത്തെ അള്ളാഹുവുമായി കണ്ടുമുട്ടാൻ കൂടുതൽ യോഗ്യമാക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ഈ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് സ്വയം ഒഴിവുള്ളതിനായി പ്രഖ്യാപിക്കാൻ മറ്റ് ഏത് മനുഷ്യനാണ് സാധിക്കുക? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റാർക്കാണ് ഇതിൽ നിന്നും ഒഴിവുള്ളത്? ഹദരത്ത് മസീമൂദ് അലൈഹി ഇസ്ലാം ഇതേക്കുറിച്ച് പ്രസ്താവിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരങ്ങളിൽ എത്രത്തോളം കരയുകയും ഖിയാമിൽ സുദീർഘം നിൽക്കുകയും ചെയ്യുമായിരുന്നു വെച്ചാൽ അവിടുത്തെ കാലുകളിൽ നീർവരമായിരുന്നു. അല്ലാഹു തആല അങ്ങയുടെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കെ പിന്നെ എന്തിനാണ് ഇത്രയധികം പ്രയാസപ്പെടുകയും കരയുകയും ചെയ്യുന്നത് എന്ന് സഹാബികൾ ബോധിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ദാസനായി മാറണ്ടേ? അള്ളാഹുവിൻ്റെ നിയമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട്
നാം നമ്മുടെ ശുക്റിൻ്റെ പരകോടിയിൽ എത്തിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അവസ്ഥ നമ്മളിൽ നിന്നെല്ലാം ആവശ്യപ്പെടുന്നു. നന്ദി പ്രകടനം എന്നാൽ വെറുതെ ഇരിക്കുക എന്നല്ല, കൈകെട്ടിയിരിക്കുക എന്നല്ല അർത്ഥം. കർമ്മങ്ങളിൽ പെടാനാണ്, കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് അത് നമ്മോട് ആവശ്യപ്പെടുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലായിരുന്നു വിരാജിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് അബ്ദൻ ഷക്കൂറൻ ആകുക എന്ന ഏറ്റവും ഉയർന്ന മാനദണ്ഡവും നേടിയെടുത്തത്. ഒപ്പം നിങ്ങളും നന്ദിയുള്ള ദാസനാകണമെന്ന് അവിടുന്ന് നമുക്ക് നിർദ്ദേശം നൽകി. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനാകുന്നതിനുള്ള അവകാശം നമ്മൾ നിറവേറ്റണമെങ്കിൽ, ആ കടമകൾ നിറവേറ്റണമെങ്കിൽ അള്ളാഹു താല നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിനനുസരിച്ച് ആരാധനകളുടെ നിലവാരങ്ങളും ഉയർത്തുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു താലയുടെ അനുഗ്രഹങ്ങളുടെ ഫലമായി ഒരിക്കലും തന്നെ അലസതയോ മടിയോ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ആരാധനയിലും നന്ദി പ്രകടനത്തിലും പൂർവാധികം മുന്നോട്ട് ഗമിക്കണം. ആയതിനാൽ നമ്മൾ ഈ ഒരു കുറിപ്പടി അനുസരിച്ച് പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് നമ്മൾ വ്യക്തിപരമായും സമൂഹപരമായും പുരോഗതിയുടെ പടവുകൾ താണ്ടിക്കൊണ്ടേയിരിക്കും. ഹദരത്ത് മുസ്ലിം മൗദൂദ് അൻഹു ഇതിൻ്റെ തുടർന്നുള്ള വിശദീകരണത്തിൽ ഒരു സ്ഥലത്ത് ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി: കരം ഹായത്തു മാര കർദ് ഗുസ്താഖ് എന്ന് പറഞ്ഞ ആ കവി പരമവിഡ്ഢിയാണ്. അതായത് നിന്റെ കാരുണ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ധിക്കാരിയായി മാറിയിരിക്കുന്നത് എന്നുള്ള ഒരു പാർസി വരി ഉണ്ട്. അത് ഉദ്ധരിച്ചാണ് പറഞ്ഞത്. ഈ കവി അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം ആണ് എന്നെ ധിക്കാരിയാക്കിയതെന്ന്, നന്ദിയുള്ളവനാകുന്നതിന് പകരം അവനെ ധിക്കാരിയാക്കി മാറ്റിയെന്ന്. വളരെ വിഡ്ഢിയാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മനുഷ്യരെ ധിക്കാരികളാക്കാറില്ല. ഈ പറയുന്നത് തെറ്റാണ്. അവരെ അനുസരണക്കേടുള്ളവരാക്കാറില്ല, മറിച്ച് അവരെ കൂടുതൽ ശുക്ർ ചെയ്യുന്നവരും അനുസരണയുള്ളവരുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശുക്ർ ചെയ്യുന്നവരായി മാറുക. കാരണം അള്ളാഹു പ്രസ്താവിക്കുന്നു, ഇൻ ശക്കർത്തും അസീദന്നക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളവയ്ക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ നൽകും. അള്ളാഹു നമ്മെ യഥാർത്ഥ ശുക്ർ ചെയ്യുന്നവരാക്കട്ടെ, യഥാർത്ഥ ആബിദുകളാക്കട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങൾ നിരന്തരം പ്രാപിക്കുന്നവരായി നാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.